സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേക വ്യക്തികൾക്ക് കർത്താവ് വലിയ സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കേണ്ട 10 കൽപ്പനകളാണ് ഈ തോബിയാസിന് തോബിത്ത് കൊടുക്കുന്ന നിർദ്ദേശം. മകനെ, നീ അമ്മയെ മറക്കരുത്, അവളെ ആദരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. 2ാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം. 3ാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, മകനെ നീ ദാനധർമ്മം ചെയ്യണം. 4ാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളിലേക്ക് പോയേക്കരുത്. 5ാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, നീ ആരെയും ചതിക്കരുത്, നീതിനിഷ്ഠമായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. 6ാമതായിട്ട് വചനം പഠിപ്പിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം തിരുവചനം. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം തിരുവചനം. 6ാമത്തെ കൽപ്പന എന്താണെന്നറിയാവോ? ഒന്ന് വായിച്ചേ. അതിനാൽ മകനെ നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ സഹോദരന്മാരെ നീ സ്നേഹിക്കണം. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. കണ്ടോ, ശ്രദ്ധിച്ചേ. വചനം എന്താ പഠിപ്പിക്കണമെന്നറിയാവോ? നമ്മുടെ ബന്ധുക്കളെ നിന്ദിക്കരുത്. മക്കളോട് പറഞ്ഞു കൊടുക്കണം. ചാർച്ചക്കാരെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം. ഇത് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. അതിനാദ്യം മാതാപിതാക്കൾ ഇത് കാണിച്ചു കൊടുക്കണം. ബന്ധുക്കളെ അകറ്റി നിർത്താനല്ല, ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, സഹോദരങ്ങൾ ഉണ്ടെന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അവരെ ചേർത്ത് പിടിച്ചു കൊടുക്കണം, അവരെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പ് അത് സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതാണെന്ന് ആ മക്കളെ പഠിപ്പിക്കണം. ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ പോവണം, അവരോടൊരു സ്നേഹബന്ധമുണ്ടാവണം. എപ്പോഴും ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ ഒരു അഭിഷേകം നിറഞ്ഞു നിൽക്കണം. അത് 6ാമത്. 7ാമത്തെ കൽപ്പന തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം തിരുവചനം. ഇപ്പൊ വായിച്ചതിന്റെ തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ചേ. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. അലസത പറഞ്ഞ എന്താണ്? അലസത, മടി. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മക്കളിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ് അലസത. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അവരങ്ങനെ ജീവിക്കുന്നു. +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം? വീട്ടിൽ തന്നെ ഇരുന്ന് കടന്നുറങ്ങുന്നു. അവിടെ ഇരുന്നുകൊണ്ട് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പനും അമ്മയും ഭക്ഷണം കൊടുക്കുന്നു, അവരത് കഴിക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും കുത്തുന്നു, കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഭാവി ഒരു ചിന്തയും ഇല്ലാത്ത അവസ്ഥ. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെന്നൊന്നും അല്ല പറയണത്. ചില കുടുംബങ്ങളിൽ ചില മക്കൾക്ക് ഈ അലസതയുണ്ട്. ലേസിനെസ്, മടി, അലസത, ഉത്തരവാദിത്തമില്ലായ്മ. അവർക്കൊരു ചിന്തയുണ്ട്, അപ്പനും അമ്മയും നോക്കിക്കോളും. വിദേശ രാജ്യങ്ങളെ കണ്ടുപിടിക്കണം. എന്താ പ്രത്യേകത? 18 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പൊക്കോണം. ഇനി നിന്റെ പാട് നീ നോക്കിക്കോണം. അവൻ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നു, അവന്റെ ജീവിതം അവൻ മാറ്റുന്നു. അങ്ങനെയാണ് ഈ ഗേൾ ഫ്രണ്ടിനെ, ബോയ് ഫ്രണ്ടിനെ ഒക്കെ അവർ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പറയുന്നത്. ആ കൾച്ചർ വരുന്നത് അവിടുന്ന. എങ്ങനെയാ? വീട്ടിൽ നിന്ന് പുറത്താ. 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് മക്കൾ വീട്ടിൽ നിന്ന് പുറത്ത്. പിന്നെ അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവർ സ്വന്തം കാലം നിൽക്കണം. ഇവിടെ എങ്ങനെയാ? 30 വയസ്സ് കഴിഞ്ഞ മകനെയും കൊണ്ട് അമ്മ വന്നിരിക്കുക. പാവാണ് അച്ഛാ, പൊന്നുമോൻ പാവാണ്. അടുത്ത മകൻ കടന്നുറങ്ങുന്ന അമ്മയുടെ കൂട്ടത്തിൽ. എങ്ങനെയുണ്ട്? 30 വയസ്സായി. 18 വയസ്സ് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ ഒരു കൾച്ചറിന്റെ ഭാഗം നമ്മളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണം. മടി, അലസത. ചില രാജ്യങ്ങളിലൊക്കെ ഈ മടി, അലസത മാറാനാണ് ഒരു മിലിറ്ററി ട്രെയിനിങ് കൊടുക്കും. ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. പെൺകുട്ടിയും ആൺകുട്ടിയും അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞിട്ട് അവരൊരു മിലിറ്ററി ട്രെയിനിങ്ങിന് പോകും. ഒരു പീരീഡ് ഓഫ് ടൈം മിലിറ്ററി ട്രെയിനിങ്, പട്ടാളച്ചിട്ട. അതിന്റെ മെച്ചം എന്താണെന്നറിയാവോ? അവരുടെ നല്ല പ്രായത്തിൽ അവർ പട്ടാളച്ചിട്ടയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവും. അത് നിർബന്ധമാണ്. ആ രാജ്യത്തിന്റെ നിയമം പോലെ ഇരിക്കുന്നതാണ്. നമ്മുടെ കുടുംബങ്ങൾ ഇതൊന്നും ബാധകമല്ല. പല സ്ഥലങ്ങളിലും
എപ്പോൾ എഴുന്നേറ്റാലും കുഴപ്പമില്ല, പള്ളിയിൽ പോയില്ലേലും കുഴപ്പമില്ല, എന്ത് ചെയ്തില്ലേലും കുഴപ്പമില്ല. സമ്മതിക്കരുത്. കുടുംബത്തിൽ ഒരു അച്ചടക്കം വേണം. മടി, അലസത സമ്മതിക്കരുത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ആരോടാ പറയണാവോ? ഫുൾ മടിയുള്ള ആളുകളോടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണോ? അല്ലല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം, നിങ്ങൾ നല്ല മിടുക്കരല്ലേ. തോബിത്ത് പറയുവാണ്. ആര് പറയുന്നു? തോബിത്ത് പറയുന്നു. തോബിയാസിനോട് പറയുന്നു, എൻ്റെ മകനെ, അലസത പാടില്ലടാ, മടി പാടില്ല, നിനക്ക് ദാരിദ്ര്യം വരുത്തും, സങ്കടം വരുത്തും. അടുത്തത് വായിച്ചേ. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനം, 8-ാമത്തെ കൽപ്പന. വേല ചെയ്യുന്നവന്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത്. യെസ്, അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക. ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. പിടികിട്ടിയോ? ഒന്ന് പറഞ്ഞേ. ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. ഒന്ന് വായിച്ചേ, അടുത്ത വചനം കൂടെ വായിച്ചേ. മകനെ, എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക. നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവ ശുശ്രൂഷ ചെയ്താൽ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ. നിങ്ങളൊക്കെ താമസിക്കുന്ന ദേശത്ത് ഇടവക കാര്യങ്ങൾ, പള്ളി കാര്യങ്ങൾ, ചിലർ ചിന്തിക്കും, ഈ പള്ളിയിൽ പോയി ഞാൻ ഈ ട്രസ്റ്റി ആയാൽ, ഈ പള്ളിയിലെ കാര്യങ്ങൾക്ക് സഹായിച്ചാൽ എനിക്ക് എന്ത് മെച്ചം? നിനക്ക് സമയവും സൗകര്യം ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം ദൈവ കാര്യങ്ങളോട് വിശ്വസ്തത. ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് വരുന്ന അനേക സഹോദരങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. അവരൊക്കെ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നതിന്റെ മെച്ചം എന്താ? ഈ ശുശ്രൂഷ വഴി വലിയ ദൈവാനുഗ്രഹം കിട്ടും. ചിലർ ചിന്തിക്കും, എനിക്കെന്ത് നേട്ടം? ദൈവ ശുശ്രൂഷ ചെയ്യാൻ നീ മടി കാണിക്കരുത്. ദൈവവേല ചെയ്യാനായിട്ടൊരു ഉത്സാഹം എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം. വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മക്കളോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. പള്ളിക്കാര്യങ്ങൾ, പള്ളിയിലെ സംഘടനകൾ, ദേവാലയ കാര്യങ്ങളോടുള്ള ഒരു ബന്ധം, അതിനെത്ര സമയം മാറ്റിവെച്ചാലും അതിന് ഉത്സാഹമുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലര് പറയും, പള്ളി പോയ സമയം പോകും, ഞാൻ ഇന്ന കാര്യത്തിന് പോയ സമയം പോകും. ആയിക്കോട്ടെ, സമയം ദൈവകാര്യങ്ങൾക്കല്ല കൊടുക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം ഉണ്ടാകും. 9-ാമതായിട്ട് വചനം പഠിപ്പിക്കുന്ന അടുത്ത കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പഠിച്ചേ. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 18-ാം തിരുവചനം, 9-ാമത്തെ കൽപ്പന നമ്മൾ പഠിക്കുവാണ്. വിവേകമുള്ള ഏതൊരുവനിലും നിന്ന് ഉപദേശം തേടുക. സതുപദേശം നിരസിക്കരുത്. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. യെസ്, അതായത് വചനം പഠിപ്പിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം തേടാൻ മടി കാണിക്കരുത്. മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് നീ ബുദ്ധിയും ബോധമുള്ള ആരോടെങ്കിലും ഒരു ഉപദേശം തേടണം. മുതിർന്നവരോട് നീ ഉപദേശം തേടണം. അല്ല, നിനക്ക് തോന്നുന്ന പോലെ എല്ലാം ചെയ്യരുത്. ഇന്ന് പല മക്കളും എന്താണ്, അവർക്ക് ബുദ്ധിയുണ്ട്, നല്ല കാര്യം, ബുദ്ധിയുണ്ട്, പക്ഷെ എന്തില്ല? ബോധമില്ല. ബുദ്ധി വളരെ വലുതാണ്, ബോധമില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? ഈ ബുദ്ധിയും ബോധം എന്ന് പറയുന്നത് അനുഭവ പരിചയമുള്ള ആളുകളോട് നമ്മൾ ചോദിക്കണം. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവരോട് ചോദിക്കണം. അപ്പൊ അവർ പറഞ്ഞു തരും. മുതിർന്നവരോട്, പ്രത്യേകിച്ച് ദൈവിക കാര്യങ്ങളോട് ചേർന്നിരിക്കുന്നവരോടുള്ള അഭിപ്രായം ആരായുന്നതും അവരോടുള്ള സ്നേഹബന്ധവും വളരെ പ്രധാനപ്പെട്ടത്. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ധ്യാന കേന്ദ്രത്തിലൊക്കെ കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ശുശ്രൂഷ കഴിയുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മുടെ ധ്യാന മന്ദിരത്തിലെ കൗൺസിലേഴ്സ് കൗൺസിലിംഗ് നടത്തുന്നു. അവിടെ ചെന്നിരുന്ന് എന്താ ചെയ്യുന്നത്? നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ആലോചന ചോദിക്കുവാണ്. ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ നമുക്കൊരു കൺസൾട്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ ഒരു തീരുമാനത്തിലെത്താൻ നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തോന്നിയതുപോലെ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. 10-ാമത്തെ കൽപ്പന, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. ശ്രദ്ധിച്ചു പഠിച്ചോ. 4-ാം അധ്യായം 21, ചാപ്റ്റർ 4 വേഴ്സ് 21. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ
നിനക്ക് ആദി വേണ്ട. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നോ ടെൻഷൻ, ഡോണ്ട് വറി. എന്നിട്ട് എന്താ വചനം പറയണേ? നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോബിയാസിനോട് തോബിത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടോ? നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടോ? ദൈവത്തിന് പ്രീതികരമായത് ചെയ്യുന്നുണ്ടോ? കർത്താവ് നിനക്ക് വലിയ സമ്പത്ത് നൽകും. വിശ്വസിക്കണം. ഇതാണ് തോബിയാസിന് തോബിത്ത് കൊടുത്ത 10 കൽപ്പനകൾ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം ഭവനങ്ങളിലൊക്കെ ചെന്ന് ശാന്തമായിട്ടെടുത്ത് വായിക്കണം. ഒരുപക്ഷെ ചില മാതാപിതാക്കൾക്ക് ഇത് വായിക്കുമ്പോൾ സങ്കടം വരും. കാരണം വളർത്തിയ മക്കൾക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം ഉണ്ടാവും. വിഷമിക്കേണ്ട. തമ്പുരാന്റെ മുമ്പിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുക. മക്കൾ വളരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന മാതാപിതാക്കളുണ്ട്. അത് ചെയ്യണം. മക്കളെ പഠിപ്പിക്കണം. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടും ദൈവകാര്യങ്ങളോടുള്ള ബന്ധം. അതുണ്ടെങ്കിൽ എന്താ മെച്ചമെന്നറിയോ? ഒരിക്കലും നശിച്ചു പോവില്ല. ഇത് വീട്ടിൽ നിന്ന് കിട്ടണം, കുടുംബത്തിൽ നിന്ന് കിട്ടണം. ഇടവക പള്ളിയിലെ കാറ്റഗിസത്തിൽ നിന്നൊക്കെ പിന്നീട് ആദ്യം കുടുംബത്തിൽ നിന്ന് കിട്ടണം, മാതാപിതാക്കളിൽ നിന്ന് കിട്ടണം. പ്രൈസ് ദി ലോർഡ്. സാധിക്കുന്ന എല്ലാവരും അവിടെ തന്നെ മുട്ടുകുത്തിക്ക്. ഒരു ത്യാഗമെടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ ആരാധന സമയത്ത് ഞങ്ങളുടെ വലിയ പ്രാർത്ഥന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ അടുത്ത തലമുറ ഞങ്ങളുടെ ദേശത്തിന് അനുഗ്രഹമായിട്ട് വളരേണ്ട തലമുറയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് മക്കളെ മനസ്സിൽ കണ്ട് ഈ ആരാധനയിൽ അവരെ സമർപ്പിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിനായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മാവിനായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹനിമിഷമീ ആരാധന. ആരാധന. കരങ്ങൾ ഉയർത്തി, ആരാധന. കരങ്ങൾ വീശി. ആരാധന. ആരാധന. പഠിക്കേ. ആരാധന. 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 കരങ്ങൾ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിലേക്ക് നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഇതാ കർത്താവ് പറയുന്നു, നിനക്ക് മകനെയും മകളെയും തന്നത് അവരെ വിശുദ്ധിയിലും ദൈവിക ശുശ്രൂഷയിലും വളർത്താനല്ലേ. സംഭവിച്ച ഓരോ പാളിച്ചകളെയും ഓർത്ത് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുക. തോബിത്തെന്ന് പറയുന്ന പഴയ നിയമത്തിലെ ദൈവപുരുഷൻ നമ്മളെ പഠിപ്പിക്കുന്നു, തോബിയാസിന് കൊടുത്ത ഉപദേശം ഈ കാലഘട്ടത്തിലും അത്യാവശ്യമാണ്. നിന്റെ അമ്മയെ നീ മറക്കരുത്, അവളെ വേദനിപ്പിക്കരുത്. ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചും നിനക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. ദൈവ ശുശ്രൂഷ ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടായിരിക്കണം. ദാനധർമ്മം ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടായിരിക്കണം. അലസതയ്ക്ക് നീ ഒരു കാരണവശാലും അടിമപ്പെടരുത്. ബന്ധങ്ങളിൽ നീ ശ്രദ്ധിക്കണം. നിന്റെ ഭാവി ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം തേടാൻ നീ മറക്കരുത്. നിന്റെ ജീവിതത്തിൽ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് വിവാഹ ജീവിതങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിന്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഒരു ബന്ധത്തിലേക്കും പോയേക്കരുത്.
എന്ന് തുടങ്ങി തോബിത്ത് തോബിയാസിന് കൊടുത്ത ഉപദേശത്തിന്റെ അവസാന ഭാഗത്ത് ഒരു 10 കൽപ്പന പോലെ 10ാമത്തെ കൽപ്പന വചനം പഠിപ്പിക്കുന്ന തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം. ഇതാ വചനം പഠിപ്പിക്കുകയാണ്. അധ്യായത്തിന്റെ അവസാനം കുറിച്ച് വെച്ചിരിക്കുന്നു, മകനെ, നമ്മൾക്ക് ദാരിദ്ര്യം വന്നതിൽ നീ ആശങ്കപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. കാരണം ദൈവഭക്തി ഉള്ളവന് സമ്പത്ത് ലഭിക്കും. അതാണ് സമ്പത്ത്. ദൈവഭക്തിയാണ് സമ്പത്ത്. ആ സമ്പത്ത് കൊടുക്കുന്നതിൽ വന്ന വീഴ്ചയോർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാന്റെ മുമ്പിൽ മക്കളെ സമർപ്പിക്കുക. ഒരുപക്ഷെ ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങളുടെ മക്കൾ ദൂരങ്ങളിലായിരിക്കും. ആ മക്കളെ ഓർത്തതേ കർത്താവിന് കൊടുക്കണം. കർത്താവെ, എൻ്റെ മകനെയും മകളെയും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ മകനിലും മകളിലും ഇടപെടണമേ. അവരായിരിക്കുന്നിടങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് അവരിൽ ഇടപെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഈ സ്നേഹബന്ധത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പൈശാചിക പീഡയുണ്ടോ, ആ മേഖലയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഈ പരിശുദ്ധ അൾത്താരിൽ നിന്ന് നിന്റെ കുടുംബത്തിന്, നിന്റെ ബന്ധങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്താണ് വിടുതൽ പ്രാർത്ഥന. ഇതാ പരിശുദ്ധ അൾത്താരിൽ നിന്ന് നിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് നൽകുന്ന വലിയൊരു ഡെലിവറൻസ്. ഇത് സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ കുടുംബത്തെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പൈശാചിക പീഡ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ? ചില തഴക്ക ദോഷങ്ങളാവും, ചില തെറ്റായ ജീവിത വഴികളാവും. കുടുംബത്തിൽ നിസ്സാര കാര്യത്തിന് പോലും എപ്പോഴും വഴക്കടിക്കുന്ന സ്വഭാവം, ആർക്കും പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, കുടുംബത്തിൽ എപ്പോഴും ആർഗ്യുമെന്റുകൾ മാത്രം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥ, പഴിചാരി നാശത്തിൻ്റെ വാക്കുകൾ മാത്രം. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ദൈവകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കലഹമുണ്ടാകുന്ന ചില കുടുംബ അന്തരീക്ഷങ്ങളുണ്ട്. കുടുംബങ്ങളിൽ ചിലപ്പോൾ അയൽപക്ക പ്രശ്നം കുടുംബത്തെ ഭാരപ്പെടുത്തുന്നുണ്ട്. സ്വത്തിനെ കുറിച്ചുള്ള തർക്കം ചില കുടുംബങ്ങളിൽ കാലങ്ങളായിട്ട് കിടക്കുന്നു. സഹോദരങ്ങൾ തമ്മിൽ ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്തതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ചില പീഡകൾ ചില കുടുംബങ്ങളിൽ കിടക്കുന്നു. ചില കുടുംബങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നതിന് ശേഷം അവർക്കൊരു സ്വസ്ഥതയില്ല. വിവാഹ തടസ്സം അനുഭവപ്പെടുന്നു, കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം, എപ്പോഴും അടിക്കടി അപകടം. ചില കുടുംബങ്ങളിൽ ആശുപത്രി കയറിയിറങ്ങി ജീവിതം മുഴുവൻ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ. നിന്റെ കുടുംബത്തിൽ അങ്ങനെയുണ്ടോ? ഇപ്പോൾ ഈ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ വീടിനും വീടിൻ്റെ മക്കൾക്കും സമ്പത്തിനും ചുറ്റും ജോബിന്റെ പുസ്തകം 1:10 സംരക്ഷണ വലയം നിറയപ്പെടട്ടെ. ജോബിനും ജോബിന്റെ കുടുംബത്തിനും ചുറ്റും സംരക്ഷണ വലയം തീർത്ത കർത്താവ് ഒരു വലിയ സംരക്ഷണം നൽകി കൂട്ടായ്മയെ വിശുദ്ധീകരിക്കട്ടെ. നീ മനസ്സിൽ കാണണം, എൻ്റെ വീടിന് ചുറ്റും കർത്താവ് ഒരു സ്വർഗീയ വേലി പുതുക്കി പണിയുന്നു. ഒരു കാരണവശാലും എൻ്റെ കുടുംബത്തെ പിശാചിന് തൊടാൻ അവകാശമില്ല. യേശുവേ, ഈ പരിശുദ്ധ അൾത്താരുടെ മുമ്പിൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന നാരകീയ ശക്തികളെ, എൻ്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന നശിപ്പിക്കുന്ന തിന്മയുടെ രാജകത്വങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ തിരു രക്തത്തിൻ്റെ ശക്തിയിൽ, തിരു കുരിശിന്റെ ശക്തിയിൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല തിന്മയുടെ നാരക ശക്തികൾ വിട്ടുപോവട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. ഇപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിലോട്ട് കടന്നു വരട്ടെ. തടസ്സങ്ങൾ കർത്താവ് മാറ്റട്ടെ. ദൈവിക ശക്തി വെളിപ്പെടട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന. ഓ, ദൈവത്തിന്റെ ശക്തി, ഒരു പുതിയ അഭിഷേകം. Deliverance, the mighty anointing, the holy name of Jesus, by the blood of Jesus, by the power of the Holy Cross, we bind this satanic power. Oh, satanic power, get out from us. In the name of Jesus we command. Oh, satanic power, get out from us. Oh, satanic power, get out from us. In the name of Jesus, by the power of Jesus, by the blood of Jesus, we claim right now. ആരാധന. വിശ്വസിച്ച് കൈയടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ആമേൻ ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ആമേൻ ഞങ്ങളിൽ
നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൈയടിക്കുന്നു. അത്ഭുതമായ വിടുതൽ തലമുറകൾക്ക് തലമുറകൾക്ക് കർത്താവേ സംഭവിക്കട്ടെ. തലമുറകളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ഒരു പുതിയ അഭിഷേകം കടന്നു വരട്ടെ. ഓരോരുത്തരുടെ മേൽ സംഭവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടട്ടെ. സകല പൈശാചിക പീഡകളും എടുത്തു മാറ്റപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈശോ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ, ആമേൻ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. യേശുവേ, യേശുവേ, ഈശോ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ആരാധന, 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു, അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഓരോ വ്യക്തിയുടെ മേലും ദൈവിക ശക്തി വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് വെളിപ്പെടുന്ന സമയം. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഞാനും എൻ്റെ ഭവനവും യേശുവിൻ്റെതാണ്. എൻ്റെ വീട്ടിൽ സാത്താൻ ഇനിമേൽ സ്ഥാനമില്ല. എൻ്റെ ബന്ധങ്ങളിൽ സാത്താൻ ഇനിമേൽ സ്ഥാനമില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഇതാ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇനി സാത്താന് സ്ഥാനമില്ല. ദൈവമേ, ആ മക്കളെ എന്നും അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വസിക്കണം, വിശ്വസിക്കണം. ഓ, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. പ്രാർത്ഥിക്കുന്ന അനേകർക്ക് കർത്താവ് വലിയ ആശ്വാസം നൽകുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ ബലപ്പെടുത്തുന്നു. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. കർത്താവിൻ്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഇടപെടുന്നു. ഒരു അലർജി രോഗം വന്നതിന് ശേഷം ശരീരത്തെക്കുറിച്ച് വല്ലാത്ത ഭാരം, ശരീരത്തിലൊരു അഭിമാനമില്ലാത്തൊരവസ്ഥയുള്ള ഒരു സ്ത്രീയെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം സഹോദരിയുടെ മേൽ ഒഴുകുന്നു. വന്ന രോഗത്തെ ഓർത്തുകൊണ്ട് ഭാരപ്പെടേണ്ടെന്ന് ഈശോ പറയുന്നു. നീ വിഷമിക്കേണ്ട, നിനക്ക് സംഭവിച്ചതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറും. സഹോദരങ്ങളോടുള്ള സ്നേഹം കർത്താവ് വർദ്ധിപ്പിച്ചൊരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹമാണ് ഒഴുകുന്ന. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഒരു കെട്ടിടം പണി പൂർത്തിയാക്കാൻ പറ്റാതെ കിടക്കുന്നൊരു കെട്ടിടം പണി കർത്താവ് കാണിച്ചു തരുന്നു. നാളുകളായിട്ടൊരു കെട്ടിടം പണി തീരാതെ കിടക്കുന്നു. ആ കെട്ടിടം പണി പൂർത്തിയാക്കാൻ കർത്താവ് ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നിന്റെ വരുമാന മാർഗത്തെ കർത്താവ് അനുഗ്രഹിക്കും. ദൈവഭക്തിയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സമ്പത്ത്. വിവാഹ തടസ്സം മാറ്റി കർത്താവ് ഒരു പെൺകുട്ടിയെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹമാണ് നിനക്കൊഴുകുന്നത്. ഈശോ നിന്നെ പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. മകൻ്റെ ഉപദ്രവം സഹിക്കാനാവാതെ കരയുന്ന അപ്പാ, അപ്പൻ്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. അപ്പൻ്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. 38 വർഷം പ്രാർത്ഥിച്ച ഒരമ്മയുണ്ട്, മോനിക്ക അമ്മ. ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി മകൻ തിരിച്ചു വന്നെങ്കിൽ അപ്പാ, അപ്പൻ്റെ കണ്ണുനീരിൻ്റെ ഭാഗമായി മകനും തിരിച്ചു വരും. വിശ്വസിക്കുക. ഓ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ അത് സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമായി മാറട്ടെ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്നു. നമുക്ക് ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഈ ആശീർവാദം നിങ്ങളുടെ മക്കൾക്കുള്ള ആശീർവാദമാണ്. വിശ്വസിക്കണം. ഞങ്ങളുടെ മകനും മകളും എവിടെയുണ്ടോ അവിടേക്കുള്ളൊരു ആശീർവാദമാണ്. ഏറ്റെടുത്ത് ഈ ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന ആരാധന
ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈകൾ കൂപ്പി കത്തോലിക്ക സഭയിലെ ശക്തമായിട്ടുള്ള വിടുതൽ പ്രാർത്ഥനയാണല്ലോ വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച്. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങു തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. നീ കാറ്റായി